Good afternoon. Good afternoon, ma'am. Okay, good afternoon. Okay, കുട്ടികൾ കുറവാണല്ലോ എന്തൊക്കെ ക്ലാസ്സിലാന്ന് വിചാരിച്ച കുറച്ച് പേരുള്ളൂല്ലോ ക്ലാസ്സില്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ, നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? ഓർമ്മയുണ്ടല്ലോ? ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുറർ, ഇൻഷുർഡ് പേഴ്സൺ അല്ലെ? പ്രീമിയം എന്താണ്, ക്ലെയിം എന്താണ്, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ നമ്മള് ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്ലെയിം ഇൻഷുറൻസും എന്താണെന്ന് പഠിച്ചു അല്ലെ? രണ്ടും തമ്മിലൊരു വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഇൻഷുറൻസ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് എക്സ്പെൻസസ് ആണ് അല്ലെ? എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ? അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകള്, ചെലവുകള് എന്തൊക്കെയാണ്? ആരുമില്ല, നമ്മൾ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. അതെ, കുറച്ചു പേരേ ഉള്ളൂ ക്ലാസ്സിൽ കേട്ടോ. ഇങ്ങനെ പോയി പോയി അവസാനിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലെ ക്ലാസ്സില്? നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും പറയണോ കേട്ടോ, ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറയണം. ഒട്ടും കുട്ടികളില്ലാതെ വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ, അത് ഞാൻ ചോദിച്ചില്ല, അവധിയൊന്നും ഇല്ല, നാളെ തൊട്ടാണ് നിങ്ങൾക്ക് അവധി കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ എടുക്കുകയാണ് കേട്ടോ, ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ്സിലുള്ളവരെ എന്തായാലും ശ്രദ്ധിക്കാം. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ്. അതിൽ നമ്മള് 2 പോയിന്റുകൾ, നമുക്ക് മൊത്തം എത്ര പോയിന്റുകൾ ഉണ്ട് അതിനകത്ത് പഠിക്കാനായിട്ട്? 7 പോയിന്റുകൾ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. 7 പോയിന്റുകളാണ് ഉള്ളത്. എന്താണ്? അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവെ കവർ ചെയ്തു പോകുന്ന എന്താണ് എക്സ്പെൻസസുകള്, ചെലവുകള് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ 2 പോയിന്റ് ഓൾറെഡി പഠിച്ചു. ഒന്നാമത്തെ എന്താണ്? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ അല്ലെ? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റ് ആവുന്ന സമയത്ത്, ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റ് ആണ് അല്ലെ? ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് വേണ്ട എല്ലാ ചെലവുകൾക്കുമുള്ള കവറേജ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തിനൊക്കെയാണ്? റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷന്, സർജറി, അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് എക്സെട്ര. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്കുള്ള ചെലവുകൾ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ് അല്ലെ? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുൻപ് വരുന്ന ചില ചെലവുകളിലെ ചില ആളുകൾ റൂട്ടീൻ ആയിട്ടൊക്കെ മെഡിക്കൽ ചെക്കപ്പുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയഗ്നോസ്റ്റിക് പരിശോധനകളൊക്കെ ചെയ്യുന്ന, ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിറ്റ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. ആ 2 പോയിന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ. നമുക്കിനി മൂന്നാമത്തെ തൊട്ട് നോക്കാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായിരിക്കും? ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അല്ലെ? ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വരുന്ന മെഡിക്കൽ ചെലവുകൾക്കുള്ള കവറേജ് എന്തിൽ കിട്ടുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കാം. ഓൾ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ആൻഡ് മെഡിസിൻസ് ആഫ്റ്റർ എ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്ഡ് from the hospital up to a period specified earlier are included in health care insurance.
എന്താണ് പറയുന്നത്? ഓൾ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ പേഷ്യന്റ് കെയർ അല്ലെ. അതായത് ഒരു പേഷ്യന്റിന്റെ പരിചരണത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ചെലവുകളും എന്ന് പറഞ്ഞാല് മെഡിസിൻസുകൾ അല്ലെ. അതുപോലെ ആഫ്റ്റർ എ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ അപ് ടു എ പീരീഡ് സ്പെസിഫൈഡ്. അതായത് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഒരു നിശ്ചിത കാലയളവ് വരെ ഒരു നിശ്ചിത കാലയളവ് വരെ അവർക്ക് അതിനുശേഷം വരുന്ന ചില ഇപ്പൊ പിന്നീട് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, ചിലപ്പോൾ മരുന്നുകൾ വാങ്ങേണ്ടതായിട്ട് വരും, ചിലപ്പോൾ വല്ല ഫിസിയോതെറാപ്പി പോലെയുള്ള മറ്റു പല സേവനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കവറേജുകളൊക്കെ എന്തിലൂടെ കിട്ടും? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. These consist of a post hospitalization consultation. കണ്ടോ, ഹോസ്പിറ്റലൈസ് ചെയ്തതിന് കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഡോക്ടർ കൺസൾട്ടേഷന് പോകും അല്ലെ. അതിന്റെ ചെലവുകള് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെ, എന്തെങ്കിലും രോഗനിർണയ പരിശോധനകൾ ലാബോ അല്ലെങ്കിൽ എക്സ്റേയോ സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. മെഡിസിൻസ് മരുന്നുകൾ മേടിക്കേണ്ടതായിട്ട് വരും. പിന്നെ തെറാപ്പി, ഡ്രഗ്സ് എക്സെട്ര. അപ്പൊ ഫിസിയോതെറാപ്പി പോലെയുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളും മറ്റൊക്കെ എടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള ചെലവുകൾക്കുള്ള കവറേജ് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നതാണ് ആംബുലൻസ് ചാർജസ്. ആംബുലൻസ് ചാർജസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വിൽ ആൾസോ കവർ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ഷിഫ്റ്റിംഗ് ദ പേഷ്യൻസ് ടു എ ഹോസ്പിറ്റൽ ബൈ ആൻ ആംബുലൻസ്. അതായത് ഇപ്പൊ നമുക്ക് പേഷ്യന്റിനെ ആംബുലൻസിലൂടെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾക്ക് തിരിച്ച് എന്താണ് വീട്ടിലോട്ട് എത്തിക്കണം. ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആംബുലൻസിൽ അവരെ എന്ത് ചെയ്യേണ്ടി വരും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, തിരിച്ചതുപോലെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആംബുലൻസിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിലും ലഭിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞിട്ട്, ഓരോ ഹെൽത്ത് ഇൻഷുറൻസിനും അതിൻ്റെതായ എക്സ്ക്ലൂഷൻസും കാര്യങ്ങളുണ്ട്. ഓരോ പ്ലാനിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്നത് പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് ലഭിക്കുന്ന കവറേജുകൾ, എന്തൊക്കെ എക്സ്പെൻസുകൾക്കുള്ള കവറേജുകൾ ലഭിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആംബുലൻസ് ചാർജസും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. അതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The health plan will meet the cost of all procedures and treatments undertaken as an inpatient in a hospital or a daycare facility for less than 24 hours. Less than 24 hours എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. എന്താണ് പറയുന്നത്? അതായത് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഒരു 24 മണിക്കൂറിൽ താഴെ സമയത്തേക്ക് ഈ പറയുന്ന ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തില് അല്ലെ, ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തില് എന്താണ് പ്രവേശിക്കപ്പെടുന്നത് കേട്ടോ. അതായത് ഒരു ആശുപത്രിയിലോ ഡേ കെയർ ഫെസിലിറ്റിയിലോ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തില് എന്താണ് പ്രവേശിക്കപ്പെടുന്ന എല്ലാ ചികിത്സാ നടപടിക്രമങ്ങൾക്കുമുള്ള ചെലവുകൾ നമുക്ക് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അതായത് നമ്മൾ അഡ്മിറ്റ് ആവണ്ട, 24 മണിക്കൂറിൽ താഴെ സമയത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലാവാം അല്ലെങ്കിൽ ഒരു ഡേ കെയർ ഫെസിലിറ്റിയില് ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിൽ തന്നെ എടുക്കുന്ന ചികിത്സാ നടപടിക്രമങ്ങൾക്കുള്ള ചെലവുകളും ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ വോമിറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയി പെട്ടെന്ന് നമുക്ക് ട്രിപ്പ് ഇടേണ്ടി വന്നു. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ട്രിപ്പ് ഇടാണ്. ഇതിപ്പോ ഒരു 3-4 മണിക്കൂർ കാഷ്വാലിറ്റിയിൽ ചിലപ്പോൾ നമ്മൾ ട്രിപ്പ് ഇട്ട് കുറച്ചു നേരം മോണിറ്റർ ചെയ്യും അല്ലെ. ചിലപ്പോൾ ട്രിപ്പ് ചെല്ലുന്നതോട് കൂടിയിട്ട് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും? നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് വിടും അല്ലെ. അപ്പൊ നമ്മളൊരു ഫുൾ ഡേ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പൊ രാവിലെ പോയി ഡയാലിസിസ് ചെയ്തവർക്ക് വൈകുന്നേരം തിരിച്ചു വരാം. അതാണ് അവിടെ പറയുന്നത്. 24 മണിക്കൂറിൽ താഴെ സമയത്തേക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ ഡേ കെയർ ഫെസിലിറ്റിയിലോ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിൽ ഇൻപേഷ്യന്റ് ആയിട്ട് പ്രവേശിക്കപ്പെടുന്ന എല്ലാ ചികിത്സാ നടപടിക്രമങ്ങൾക്കുമുള്ള ചെലവുകളും എന്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹെൽത്ത് കവർ വിൽ give you a lump sum amount daily in case of hospitalization. അതായത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സാഹചര്യത്തില് ദിവസേന ഡെയിലി
ദിവസേന ഒരു നിശ്ചിത തുക വീതം ഇത് കൊടുക്കുകയാണ് അല്ലെ. അത്തരത്തിലുള്ള കവറേജ് ആണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കവർ വിൽ ഗിവ് യു എ ലംപ് സം എമൗണ്ട് ഡെയിലി ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് ആശുപത്രി ലംസം എന്ന് പറഞ്ഞാൽ ഒറ്റ തവണയായിട്ട് കൊടുക്കുന്ന എമൗണ്ട് കേട്ടോ. ലംസം എന്ന് കേട്ടാൽ നമ്മൾ സ്കൂളിലൊക്കെ ലംസം എന്ന് പറയാറുണ്ട്. ലംസം എന്നല്ല, ലംസം മീൻസ് എന്താണ്? ഒറ്റ തവണയായിട്ട് ഈ എമൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്താണ് തിരിച്ച് കൊടുക്കണമെങ്കിൽ പകരം ഒറ്റ എമൗണ്ട് ആയിട്ട് ഫുൾ എമൗണ്ട് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? നമുക്ക് കൊടുക്കണം. ഒറ്റ തവണയായിട്ട് അത് ഫുൾ എമൗണ്ട് കൊടുക്കുന്നതിനെയാണ് ലംസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തില് ദിവസേന ഒരു നിശ്ചിത തുക വീതം ലംസം എമൗണ്ട് ആയിട്ട് എന്ത് ചെയ്യാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു 3 ദിവസം അവര് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടെങ്കിൽ ഒന്നാമത്തെ ദിവസം 500 രൂപ, രണ്ടാമത്തെ ദിവസം 500 രൂപ, മൂന്നാമത്തെ ദിവസം 500 രൂപ, അങ്ങനെ ഒരു നിശ്ചിത തുക കേട്ടോ ലംസം എമൗണ്ട് ദിവസേന അവർക്ക് കൊടുക്കുന്നു. അത്തരത്തിലുള്ള കവറേജുകളും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനില് ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഇൻകം ബെനിഫിറ്റ് ആണ് കേട്ടോ. ഇൻകം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ് എ ലംസം ടു യുവർ ഫാമിലി ടു റീപ്ലേസ് ദ ലോസ്റ്റ് ഇൻകം ഫോർ ദ ഫാമിലി ഇൻ കേസ് ഓഫ് യുവർ ആബ്സെൻസ്. എന്താണ് ഇൻകം ബെനിഫിറ്റ്? അത് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും കൊടുക്കുന്നില്ല കേട്ടോ. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകള് അവരെന്താണ് നിങ്ങളുടെ അഭാവത്തില് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക നൽകുന്നു. അതാണ് ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും കൊടുക്കുന്നില്ല. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകള് എന്താണ്? ഇപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് വിചാരിക്കാം. നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ വരുമാന സ്രോതസ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയായി നിങ്ങളിലൂടെയുള്ള വരുമാനം കുടുംബത്തിന് നഷ്ടപ്പെടുകയാണ് അല്ലെ. അപ്പോ എന്തുണ്ടാകും? നിങ്ങളുടെ അഭാവത്തില് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക കുടുംബത്തിന് നൽകും. അത്തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇൻകം ബെനിഫിറ്റ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത്. ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ആംബുലൻസ് ചാർജസ്, ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഇൻകം ബെനിഫിറ്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IRDAI. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് IRDAIയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ഇതാണ് ഫുൾ ഫോം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യയില് ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ IRDAI എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഇന്ത്യയില് ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ത്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IRDAI എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? IRDAI has a list of diseases or medical conditions that are not covered under health insurance. അതായത് നമ്മുടെ IRDAI ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില ഡിസീസസ്, ചില ആരോഗ്യ അവസ്ഥകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ എന്ത് കൊടുക്കുന്നില്ല? കവറേജ് കൊടുക്കുന്നില്ല. അതായത് ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കാത്ത, പരിരക്ഷ ലഭിക്കാത്ത ചില അസുഖങ്ങള്, ചില എന്താണ് മെഡിക്കൽ കണ്ടീഷൻസുകളെ IRDAI എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് എന്താ? ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്ത് പോകുന്ന എക്സ്പെൻസുകളാണ്, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിരക്ഷകളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടാത്ത, പരിരക്ഷ ലഭിക്കാത്ത ചില അസുഖങ്ങള്, ചില മെഡിക്കൽ കണ്ടീഷൻസുകള്, അതും IRDAI ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഔട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കോസ്മെറ്റിക് സർജറീസ്. കോസ്മെറ്റിക് സർജറിക്കുള്ള എക്സ്പെൻസുകളൊന്നും
എന്തിൽ കവർ ചെയ്യുന്നില്ല? ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കവർ ചെയ്യുന്നില്ല. കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാമല്ലോ, അത് ശരിക്കും സൗന്ദര്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സർജറികളാണല്ലോ കോസ്മെറ്റിക് സർജറി. ശരിക്കും അതൊരു അത്യാവശ്യമൊന്നുമല്ല അല്ലെ, അതൊരു ശരിക്കും പറഞ്ഞൊരു ആർഭാടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അത്തരത്തിലുള്ള ചെലവുകൾക്കൊന്നും എന്ത് കിട്ടുന്നില്ല, കവറേജ് കൊടുക്കുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് കൊടുക്കുന്നില്ല കേട്ടോ കോസ്മെറ്റിക് സർജറീസ്. അതുപോലെ തന്നെ IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്ലെ, IVF വന്ധ്യതാ ചികിത്സകള്, അതിലൊന്നും എന്ത് കിട്ടില്ല, ഹെൽത്ത് ഇൻഷുറൻസിന് നമുക്ക് കവറേജ് ലഭിക്കുന്നില്ല കേട്ടോ. IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. പിന്നെ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, പ്രഗ്നൻസിക്കും അബോർഷനും കേട്ടോ. ഓക്കെ, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ കേസുകൾക്ക് ഒരിക്കലും എന്ത് ലഭിക്കുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കുന്നില്ല. പിന്നെ പറയുന്നത് മിസലേനിയസ് ചാർജസ്, മറ്റു പലവക ചാർജസ്. മറ്റു പലവക ചാർജസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജസ്, രജിസ്ട്രേഷൻ ചാർജുകള്, അഡ്മിഷൻ ഫീസുകള്, സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ സർട്ടൈൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. അതായത് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആ രജിസ്ട്രേഷൻ ചാർജുകൾ, അഡ്മിഷൻ ഫീസുകള്, ചില മെഡിക്കൽ ചികിത്സകളുമായിട്ട് ബന്ധപ്പെട്ട സർവീസ് ചാർജുകള്, അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിനടുത്ത് കവറേജ് ലഭിക്കുന്നില്ല. അത്തരം എക്സ്പെൻസുകൾക്കൊന്നും എന്ത് കൊടുക്കുന്നില്ല, കവറേജ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഒന്നാണ് ഹെൽത്ത് സപ്ലിമെന്റ്സ്. നമ്മൾ ഈ ഹെൽത്ത് സപ്ലിമെന്റ്സ് ഒക്കെ മേടിച്ച് കഴിക്കില്ല, പ്രോട്ടീൻ ഷേക്കുകള്, അല്ലെങ്കിൽ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റുകള്, വിറ്റാമിൻ ഡി ടാബ്ലറ്റ്, അതൊക്കെ എന്താ ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. നമ്മുടെ ആരോഗ്യം കുറെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് കഴിക്കുന്ന സപ്ലിമെന്റ്സ് ആണ്. അത്തരം സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങുന്നതിനുള്ള എക്സ്പെൻസുകളൊന്നും നമുക്ക് എന്തിലൂടെ ലഭിക്കില്ല, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കില്ല കേട്ടോ. അതാണ് അവിടെ പറയുന്നത് ഹെൽത്ത് സപ്ലിമെന്റ്സ്. ഇൻ ഇന്ത്യ ഹെൽത്ത് സപ്ലിമെന്റ് എക്സ്പെൻസസ് ആൻഡ് പ്രോട്ടീൻ ഷേക്ക് എക്സ്പെൻസസ് ആർ നോട്ട് കവേർഡ് ആൻഡ് കവേർഡ് ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇപ്പൊ ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മൾ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റുകളൊക്കെ കഴിക്കാം, അതുപോലെ പ്രോട്ടീൻ ഷേക്കുകളൊക്കെ കഴിക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള എക്സ്പെൻസുകളൊന്നും ഒക്കെ എന്തിലൂടെ കവർ ചെയ്ത് ലഭിക്കില്ല, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവർ ചെയ്ത് ലഭിക്കില്ല കേട്ടോ. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാല് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ആണ് കേട്ടോ. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ അതായത് മുൻപുണ്ടായിരുന്ന ചില ആരോഗ്യ അവസ്ഥകൾക്ക് നമുക്ക് എന്ത് ലഭിക്കുന്നില്ല, പരിരക്ഷ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പോളിസി എടുക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക് നമുക്ക് എന്ത് ലഭിക്കുന്നില്ല, പരിരക്ഷ ലഭിക്കുന്നില്ല. അപ്പൊ അതിനെ പറ്റി കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കാം. Diseases which are existing earlier are not covered under health insurance right away. എന്താണ് പറയുന്നത്? നമ്മൾ ഈ ഒരു പോളിസി നമുക്ക് എടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക് നമുക്ക് എന്ത് ലഭിക്കുന്നില്ല, ഉടനടി നമുക്ക് പരിരക്ഷ കിട്ടില്ല എന്നല്ല പറഞ്ഞത്, ഉടനടി ലഭിക്കില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഡിസീസസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് earlier are not covered under ഹെൽത്ത് ഇൻഷുറൻസ് റൈറ്റ് അവേ. കണ്ടോ, ഉടനടി തന്നെ നമുക്ക് ചില അസുഖങ്ങൾക്ക്, അതായത് നമ്മൾ പോളിസി എടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക് നമ്മൾ പോളിസി എടുത്ത ഉടനെ നമുക്ക് എന്ത് ലഭിക്കുന്നില്ല, കവറേജ് ലഭിക്കുന്നില്ല. കിട്ടും നമുക്ക്, പക്ഷെ അതിന് കുറച്ച് കാലയളവ് കാത്തിരിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഒരിക്കലും കിട്ടില്ല എന്നല്ല, നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് കൊടുക്കും. അതായത് ഒരു കാത്തിരിപ്പ് സമയം, ഒരു വെയിറ്റിംഗ് പീരീഡ് കൊടുക്കും. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ അത്തരം അസുഖങ്ങൾക്ക് നമുക്ക് എന്ത് ലഭിക്കുള്ളൂ, കവറേജ് ലഭിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഉടനടി ലഭിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരിക്കലും കിട്ടില്ല എന്നല്ല, ഉടനടി ലഭിക്കില്ല. ചില അസുഖങ്ങൾക്ക് എന്ത് കൊടുക്കും, ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും, ഒരു നിശ്ചിത കാലയളവ് വെക്കും. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത്തരം അസുഖങ്ങൾക്ക് എന്ത് ലഭിക്കുള്ളൂ, കവറേജ് ലഭിക്കുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Some plans do not provide cover for high blood pressure and diabetes, while many others do. നമുക്കറിയാലോ, ഡയബറ്റീസ്, പ്രഷർ എന്നൊക്കെ പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. ചിലപ്പോൾ നമ്മൾ പോളിസി എടുക്കുന്നതിന് മുൻപേ തന്നെ പ്രഷറും ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, ഷുഗർ ഇതൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത്തരം അസുഖങ്ങൾക്കൊന്നും ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ നമുക്ക് എന്ത് ലഭിക്കുന്നില്ല, കവറേജ് ലഭിക്കുന്നില്ല. ഓക്കെ, എന്താ പറയുന്നത്? ഇൻഷുറർ വിൽ പ്രൊവൈഡ് എ ഡ്യൂറേഷൻ ആഫ്റ്റർ വിച്ച് ദ ക്ലെയിംസ് ഫോർ ദ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ക്യാൻ ബി മെയ്ഡ്. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഇൻഷുറർ കമ്പനി എന്ത് ചെയ്യുന്ന അറിയാമോ, ഒരു പ്രത്യേക ഒരു നിശ്ചിത ടൈം പീരീഡ് അവർ വെക്കും.
ഓക്കെ, ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം അസുഖങ്ങൾക്കുള്ള കവറേജുകൾ ലഭിക്കുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. കമ്പനി വിൽ പ്രൊവൈഡ് എ ഡ്യൂറേഷൻ ആഫ്റ്റർ വിച്ച് the claims for the pre-existing health conditions can be made. ഓക്കെ, അതിന് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്നാണ് പറയാ കേട്ടോ. ഇനി ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് എത്ര നാളുകൾ ഉണ്ടായിരിക്കും? അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ പൊതുവെ പറയുന്നത് വെയിറ്റിംഗ് പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഷുറർ ആൻഡ് ക്യാൻ ബി ബിറ്റ്വീൻ 12 to 48 months കേട്ടോ. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് അതൊരു കമ്പനിയെ ആശ്രയിച്ചിരിക്കും. പക്ഷെ പൊതുവെ വെയിറ്റിംഗ് പീരീഡ് എത്ര കൊടുക്കാറ്? 12 മാസം തൊട്ട് 48 മാസം പറഞ്ഞ് ശരിക്കും പറഞ്ഞൊരു 1 വർഷം തൊട്ട് 4 വർഷം വരെയൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് വയ്ക്കുക. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ചില അസുഖങ്ങൾക്ക് നമുക്ക് പോളിസി എടുത്ത ഉടനെ തന്നെ, അതായത് ചില അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിസി എടുക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക് നമുക്ക് പോളിസി എടുത്ത ഉടനെ തന്നെ എന്ത് ലഭിക്കില്ല? പരിരക്ഷ ലഭിക്കില്ല. അവിടെ കമ്പനി എന്ത് വെക്കും? ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. ഒരു കാലയളവ്, ഒരു വെയിറ്റിംഗ്, ഒരു കാത്തിരിപ്പ് സമയം, വെയിറ്റിംഗ് പീരീഡ് വെക്കും. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം അസുഖങ്ങൾക്കുള്ള കവറേജ് ലഭിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരാളൊരു ആക്സിഡന്റ് കവർ പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരാളൊരു ആക്സിഡന്റ് കവർ പോളിസി എടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് പോളിസിക്കകത്ത് കൃത്യമായിട്ടൊരു വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ടുണ്ട്. 30 days വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ആക്സിഡന്റ് ക്ലെയിം ഒരു വ്യക്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആക്സിഡന്റ് ഇൻഷുറൻസ് ക്ലെയിം എടുത്തിട്ടുണ്ട്. അപ്പൊ വിത്ത് വെയിറ്റിംഗ് പീരീഡ് 30 days, 30 ദിവസമാണ് അതിനകത്ത് വെയിറ്റിംഗ് പീരീഡ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് എന്ത് സംഭവിച്ചു? ഇയാൾ പോളിസി എടുത്തു. പക്ഷെ ഇയാള് പെട്ടെന്ന് ഇയാൾക്ക് ഒരു പോളിസി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും, അതായത് ഒരു 14 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു. പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു ആക്സിഡന്റിനെ ക്ലെയിം ചെയ്യാനായിട്ട് ഇയാൾക്ക് സാധിക്കില്ല. കാര്യം എന്താണ്? അവിടെ വെയിറ്റിംഗ് പീരീഡ് 30 days ആണ് വെച്ചിരിക്കുന്നത്. കാര്യം എന്താ? 30 ദിവസത്തിനുള്ളിലാണ്. വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ്. 30 ദിവസത്തിന് ശേഷമായിരുന്നു ഇയാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചതെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അത് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതിപ്പോ 30 ദിവസത്തിനുള്ളിലും 14 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ടും വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ്. 30 ദിവസത്തിനുള്ളിലായതുകൊണ്ട് ഒരിക്കലും അയാൾക്ക് ആക്സിഡന്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞൊരു വെയിറ്റിംഗ് പീരീഡ്. ആ വെയിറ്റിംഗ് പീരീഡ് കഴിയണം. 30 ദിവസത്തിന് ശേഷമായിരുന്നു ഇയാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുമോ? പക്ഷെ ഇതിൽ അയാൾക്ക് സാധിക്കില്ല. അപ്പൊ മനസ്സിലായോ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്ന്? മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു കൺസെപ്റ്റ് വളരെയധികം ക്ലിയർ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? വെയിറ്റിംഗ് പീരീഡ് പൊതുവെ എത്ര നാളുകളായിരിക്കും? 12 to 48 months. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 1 വർഷം മുതൽ 4 വർഷം വരെയൊക്കെയാണ് പൊതുവെ വെയിറ്റിംഗ് പീരീഡുകൾ വെക്കാറുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തൊരു കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ അല്ല, അടുത്തൊരു കാര്യം പറയുന്നത് സെൽഫ് ഹാം ആണ് കേട്ടോ. സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ആൾസോ does not cover any injuries or medical issues rising from a person that causes themselves harm. അതായത് സ്വയം ഉണ്ടാക്കുന്ന പരിക്കുകൾക്കോ മെഡിക്കൽ പ്രശ്നങ്ങൾക്കോ ഹെൽത്ത് ഇൻഷുറൻസിന് എന്ത് ലഭിക്കുന്നില്ല? കവറേജ് ലഭിക്കുന്നില്ല. സ്വയം ഉണ്ടാക്കുന്നതിനൊന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു, അത് കിട്ടാൻ വേണ്ടി നമ്മളൊരു ആത്മഹത്യക്ക് മുതിരാണെങ്കിൽ ഒരിക്കലും അത് കവറേജ് കിട്ടില്ല. കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാക്കിയത്. ഞാൻ അതാണ് പറയുന്നത്. സ്വയം ഉണ്ടാക്കുന്ന പരിക്കുകൾക്കോ മെഡിക്കൽ പ്രശ്നങ്ങൾക്കോ ഒരു കാരണവശാലും ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് കൊടുക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? വെയിറ്റിംഗ് പീരീഡ് എന്താന്നൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ദിസ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് കേട്ടോ. അതായത് വെയിറ്റിംഗ് പീരീഡില് കവർ ചെയ്യപ്പെടാത്ത അസുഖങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഒരു കാര്യം നമുക്ക് അണ്ടർസ്റ്റുഡ് ആണല്ലോ. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ കാത്തിരിപ്പ് സമയമാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചില അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം ഉന്നയിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള ചില അസുഖങ്ങൾ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് മാത്രമെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കണം. അപ്പൊ നോക്കുക, ഈവൻ ദോ മോസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കവർ എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഡിസീസസ്, there are some kinds of illnesses which are not covered for the first few years കേട്ടോ. അതായത് ഒട്ടുമിക്ക ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനകത്തും ഒരു മെജോറിറ്റി ഓഫ് ഡിസീസസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ചില അസുഖങ്ങൾക്ക് തുടക്കം കുറച്ച് വർഷങ്ങളോളം നമുക്ക് എന്ത് ലഭിക്കില്ല? കവറേജ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അപ്പൊ given below is the list of diseases which are not covered under the health insurance but come with a waiting period. കണ്ടോ, അതായത് ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടാത്ത ചില അസുഖങ്ങൾ, പക്ഷെ എന്താണ് വെയിറ്റിംഗ് പീരീഡിലുള്ള അസുഖങ്ങളാണ് കേട്ടോ. വെയിറ്റിംഗ് പീരീഡിലുള്ള അസുഖങ്ങളാണ്. ഒരു പെർട്ടിക്കുലർ വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ടുണ്ട്. ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം ഉന്നയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊക്കെ അസുഖങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അൾസേഴ്സ്. നമ്മുടെ ഈ ദഹനനാളത്തിലൊക്കെ ഉണ്ടാകുന്ന അൾസറുകൾ ഉണ്ടല്ലോ, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അൾസേഴ്സ് കേട്ടോ, ദഹനനാളത്തിൽ ഉണ്ടാകുന്ന അൾസറുകൾ കേട്ടോ. അതുപോലെ തന്നെ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ഏത് തരത്തിലുള്ള ഫിസ്റ്റുല, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല കേട്ടോ. ഫിസ്റ്റുല പൈൽസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വേറൊന്നും എല്ലാം ഉദ്ദേശിച്ച ഒരു അബ്നോർമൽ കണക്ഷൻ ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന അബ്നോർമൽ ആയിട്ടുള്ള കണക്ഷൻ, അതാണ് ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. അതുപോലെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, BPH എന്ന് പറയും കേട്ടോ. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇത് പൊതുവെ പുരുഷന്മാരിലാണ് കാണുന്നത് കേട്ടോ. പ്രത്യേകിച്ചൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞ പുരുഷന്മാർക്ക് അവരുടെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഉണ്ടാകുന്ന വീക്കമാണ് കേട്ടോ. ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്. അതും ഇവർ പറയുന്നത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻ ആണ് കേട്ടോ. ക്യാൻസറസ് ആയിട്ടുള്ളതല്ല. 40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കൊക്കെ പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ ഏകദേശം 90% നോൺ ക്യാൻസറസ് ആയിരിക്കും, ക്യാൻസറസ് അല്ലാത്ത വീക്കമായിരിക്കും. പക്ഷെ ഒരു 10% എങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ പറയുന്നത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്. ആ ഒരു അവസ്ഥയെയാണ് നമ്മുടെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയും. ഓക്കെ, അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. പിന്നെ എന്താണ് ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് കേട്ടോ, പൈൽസ്, ഹെമറോയിഡ്സ് അങ്ങനെയുള്ള അസുഖങ്ങള്. പിന്നെ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണ് കേട്ടോ. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്നോർമൽ ആയിട്ട് ഇറഗുലർ ആയിട്ട് ഉണ്ടാവുന്ന ബ്ലീഡിംഗ് ആണ്. ഓക്കെ, ബ്ലീഡിംഗ് ദാറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ദ പ്രഗ്നൻസി ഓർ ഇൻഫെക്ഷൻ കേട്ടോ. അതായത് ഒരു പ്രഗ്നൻസി മൂലമുണ്ടോ അല്ലെങ്കിൽ ഒരു യൂട്രസിൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവുന്ന ബ്ലീഡിംഗ് അല്ല കേട്ടോ, അല്ലാതെ വരുന്ന ബ്ലീഡിംഗ് ആണ് കേട്ടോ. അബ്നോർമൽ ഇറഗുലർ ബ്ലീഡിംഗ് ദാറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ദ പ്രഗ്നൻസി ഓർ യൂട്രസ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ വരുമ്പോൾ ബ്ലീഡിംഗ് വരാം, പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ബ്ലീഡിംഗ് വരാം. അങ്ങനെയുള്ള ബ്ലീഡിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വരുന്ന അബ്നോർമൽ ഇറഗുലർ ബ്ലീഡിംഗ് കേട്ടോ. ഓക്കെ, അതാണ് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്. പിന്നെ കാറ്ററാക്ട്, കാറ്ററാക്ട് അറിയാലോ, തിമിര ശസ്ത്രക്രിയ കേട്ടോ, തിമിര ശസ്ത്രക്രിയ. പിന്നെ ഹെർണിയ, ഹെർണിയ നമ്മൾ ഡയാലിസിസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കുടലിറക്കം എന്നാണ് പറയുക അല്ലെ. അബ്ഡോമൻ മസിൽസ് വീക്ക് ആകുമ്പോൾ അത് താഴേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഒരു ലെപ്പ് പോലെ താഴേക്ക് തൂങ്ങാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ, ഇപ്പൊ നമ്മള് എന്താ പറയാ, അത്തരത്തിലുള്ള അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾക്കൊന്നും എന്ത് ലഭിക്കുന്നില്ല, മദ്യപാനോ ഉപഭോഗിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾക്കുള്ള അതൊക്കെ എന്താണ് വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന അസുഖങ്ങളാണ് കേട്ടോ. ഉടനടി ഒന്നും അതിന് കവറേജ് കൊടുക്കുന്നില്ല. അതുപോലെ ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് കേട്ടോ. ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ് കേട്ടോ. ആക്സിഡന്റ് മൂലം ഉണ്ടാവുന്ന ഡെന്റൽ ഇഞ്ചുറി അല്ല, അല്ലാത്ത ഡെന്റൽ ട്രീറ്റ്മെന്റ്സുകൾക്ക് ഉടനടി എന്ത് ലഭിക്കുന്നില്ല, കവറേജ് കൊടുക്കുന്നില്ല. ആക്സിഡന്റ് മൂലമുള്ള ഡെന്റൽ ഇഞ്ചുറിക്ക് കവറേജ് കിട്ടും, പക്ഷെ ആക്സിഡന്റ് ഒഴികെയുള്ള കാരണങ്ങള് അങ്ങനെ അതുമൂലം ഉണ്ടാകുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റ്, ഇപ്പൊ റൂട്ട് കനാൽ ചെയ്യാം അങ്ങനെയൊക്കെ വരില്ലേ, അല്ലെങ്കിൽ നമ്മുടെ പല്ലിന് കേടുകളൊക്കെ വരിക, അതെന്നൊക്കെ പറഞ്ഞ ആക്സിഡന്റ് മൂലം സംഭവിക്കുന്നതല്ലല്ലോ. അങ്ങനെയുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റുകൾക്കൊന്നും എന്ത് കിട്ടുന്നില്ല, കവറേജ് ലഭിക്കുന്നില്ല, ഉടനടി കിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ ജനറ്റിക് ഡിസീസ് ഓർ കൺജനിറ്റൽ കണ്ടീഷൻസ് കേട്ടോ, ജനിതക വൈകല്യങ്ങള്. കൺജനിറ്റൽ പറഞ്ഞാൽ എന്താണ്, ബൈ ബർത്ത്, ജന്മനാ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾ, അത്തരത്തിലുള്ളതൊന്നും ഉടനടി നമുക്ക് എന്ത് ലഭിക്കുന്നില്ല, കവറേജുകൾ ലഭിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാല് ഈ പറഞ്ഞതെല്ലാം വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന എന്താണ് അസുഖങ്ങളാണ് കേട്ടോ. വെയിറ്റിംഗ് പീരീഡിൽ വരിക എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഉള്ളിടത്തോളം കാലം ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഈ പറയുന്ന അസുഖങ്ങൾക്ക് വേണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം ഉന്നയിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്?
ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അടുത്തതിലോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഏതൊക്കെ ടൈപ്പുകൾ ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട് കേട്ടോ? ഞാൻ പറഞ്ഞല്ലോ പല ടൈപ്പ് പോളിസികൾ ഉണ്ട് അല്ലെ, പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുണ്ട്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഒരു 5 എണ്ണം പഠിക്കാനുണ്ട് കേട്ടോ. 5 ടൈപ്സ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഏതൊക്കെ ടൈപ്പുകളാണ്, ഓരോന്നിന്റെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ആ പ്രത്യേകത തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് അതിന്റെ ഹെഡിങ്സ് ഒന്ന് വായിക്കാം. ഒന്ന് ഹോസ്പിറ്റലൈസേഷൻ കവർ, രണ്ടാമത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ, മൂന്നാമത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, ആൻഡ് ഫോർത്ത് വൺ പേഴ്സണൽ ആക്സിഡന്റ് കവർ, ആൻഡ് ഫിഫ്ത്ത് വൺ ടോപ്പ് അപ്പ് കവർ. ഓക്കെ, അപ്പൊ ഓരോന്ന് എന്താ നോക്കും. കുറെയൊക്കെ നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഫസ്റ്റ് വൺ എന്താണ്? ഹോസ്പിറ്റലൈസേഷൻ കവർ. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ രോഗി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അല്ലെ, അതല്ലേ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മാറ്റാം. Hospitalization cover provides the insured a cover for all the expenses arising out of hospitalization owing to treatment needed for illness or accident. Illness മൂലം ആക്സിഡന്റ് മൂലം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകൾക്കും ട്രീറ്റ്മെന്റിനുള്ള ചെലവുകൾ നൽകുന്ന ഒരു ടൈപ്പ് ഓഫ് കവറേജ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. This is an indemnity cover which ensures making good for the loss the insured is suffering. ശരിക്കും പറഞ്ഞാൽ it is an indemnity cover. Indemnity cover എന്ന് പറഞ്ഞൊരു നഷ്ടപരിഹാര കവറേജ് ആണ് അല്ലെ. അതായത് അതിന്റെ ഉറപ്പ് വരുത്തുന്നുണ്ട് നഷ്ടം സംഭവിച്ച വ്യക്തിക്ക് ആ ഒരു നഷ്ടം നികത്തുന്നതിനുള്ള ഒരു കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു കവറേജ് ആണ് അല്ലെ. ഓക്കെ, all the expenses are net based on the details mentioned on required days and hospital documents. അപ്പൊ ഇവിടെ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈ പറയുന്ന ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സുകളുടെ ഹോസ്പിറ്റൽ ബില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൊത്തത്തിലുള്ള ചെലവുകളുടെ കണക്കാക്കുന്നത് അല്ലെ. അതായത് ഹോസ്പിറ്റൽ ബില്ലുകളും അതുപോലെ ഹോസ്പിറ്റലിലെ ഡോക്യുമെന്റ്സുകളും എല്ലാം കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ എക്സ്പെൻസുകൾ എത്രത്തോളം ചെലവ് വന്നിട്ടുണ്ടെന്ന് കണക്കാക്കുന്നത്. ഓക്കെ, ഈച്ച് കവർ കംസ് വിത്ത് ഇറ്റ്സ് ഓൺ കവറേജ്, എക്സ്ക്ലൂഷൻ ആൻഡ് ലിമിറ്റേഷൻസ്. അതറിയാലോ, അതായത് ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലും അതിന് അതിൻ്റെതായ കവറേജുകൾ ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, എക്സ്ക്ലൂഷൻസ് ഉണ്ട്. എല്ലാം ഒരേപോലത്തെ പോളിസികളല്ല, അതിന് അതിൻ്റെതായ കവറേജുകൾ ഉണ്ട്, ചിലതിന് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ ബെനിഫിറ്റ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കാം. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അസുഖം മൂലം ആക്സിഡന്റ് മൂലം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന മെഡിക്കൽ അതുപോലെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസുകൾക്കുള്ള കവറേജ് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിനെയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്നതിന്റെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്താണ് വ്യത്യാസം നോക്കിയേ. ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് to those expenses which are not covered under a pure hospitalization cover. Underline ചെയ്ത് വെക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടല്ലോ, അതിനകത്ത് എന്താണ് കവറേജ് ലഭിക്കാത്ത എക്സ്പെൻസസുകൾക്ക് എന്താണ് കവർ കൊടുക്കുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. മനസ്സിലായോ? പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ നമ്മൾ പറഞ്ഞില്ലേ,
അതിനകത്ത് കവർ ചെയ്തു പോവാത്ത ചില എക്സ്പെൻസുകൾ ഉണ്ടല്ലോ, അത്തരം എക്സ്പെൻസുകൾക്കുള്ള കവറേജ് തരുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയുള്ള എക്സ്പെൻസുകൾ ആയിരിക്കും? മിക്കവാറും though hospitalization covers medical expenses, there are also incidental expenses which are non-medical in nature. അതായത് നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ആണ് എന്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവറിലൂടെ ലഭിക്കുന്നത്. നോൺ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇവിടെ പറയുന്നുണ്ട് എക്സാമ്പിൾ ആണ് എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ or stay, special dietary food expenses etc. അല്ലെ, ഇതൊക്കെ എന്താണ്? നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ്. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാനും തിരിച്ചു വരാനുമുള്ള ട്രാവലിംഗ് കോസ്റ്റ്, അത് നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ് അല്ലെ. അതുപോലെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് ചിലപ്പോൾ പ്രത്യേക ദിവസം നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് ആ ഡോക്ടർ ചില പ്രത്യേക ദിവസങ്ങളിലൂടെ ചില ദൂരെ നിന്ന് വരുന്ന ആൾക്കാര് തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്ത് പ്രത്യേക ദിവസം ഡോക്ടറെ കാണും അല്ലെ. അപ്പൊ ആ സ്റ്റേക്കുള്ള പൈസ, അതുപോലെ തന്നെ ഡയറ്ററി ഫുഡ് എക്സ്പെൻസ് അല്ലെ, ഭക്ഷണ സാധനങ്ങൾക്കുള്ള ചെലവുകൾ, അതൊക്കെ എന്താണ്? നോൺ മെഡിക്കൽ എക്സ്പെൻസുകളാണ് അല്ലെ. മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ കവറിൽ കിട്ടും. അതിന് കവറേജ് ലഭിക്കാത്ത ഇത്തരത്തിലുള്ള നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് തരുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ് കേട്ടോ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന് അല്ലെ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ നേരിടുന്ന പേഷ്യൻസിന് കവറേജ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി is a benefit cover that covers the insured for any serious or critical illness such as cancer, paralysis, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എക്സെട്ര. കണ്ടോ, ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെ, ക്യാൻസർ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്യുക അല്ലെ, തളർന്നു പോകുക, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനത്തെയൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്ക് അത്തരം ആളുകൾക്കുള്ള ഒരു ബെനിഫിറ്റ് കവറാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. For which hospitalization expenses may or may not be covered in a pure hospitalization cover. Some grave illnesses may be prolonged recovery which requires additional cost such as incidental expenses, possible loss of income or structural changes in the family. അതായത് കാര്യം നമുക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഇപ്പൊ ക്യാൻസർ, പാരാലിസിസ് അല്ലെങ്കിൽ മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവര് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന ചെലവുകൾ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ കവറിലൂടെ കിട്ടും അല്ലെ. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന ചെലവുകളെല്ലാം ഇതിനകത്ത് കയറി പോകുമ്പോഴും ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് കിട്ടിക്കോളും. പക്ഷെ അതേസമയം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് അത് ഒരുപാട് റിക്കവറി, ഒരു പ്രൊലോങ്ഡ് റിക്കവറി ആവശ്യമായിട്ടുള്ള അസുഖമാണ് അല്ലെ. അവരിപ്പോ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും അത്തരം അസുഖങ്ങളിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്ത് വരുന്നതിനായിട്ട് ഒരുപാട് സമയം, അപ്പൊ അവർക്ക് ഒരുപാട് ആ സമയത്ത് ഒരുപാട് എക്സ്പെൻസുകൾ അവർക്ക് വരില്ലേ അല്ലെ. അതാണ് നമുക്ക് ഇവിടെ പറയുന്നത്. അഡീഷണൽ കോസ്റ്റ് സച്ച് ഇൻസിഡന്റൽ എക്സ്പെൻസ്, അങ്ങനെയുള്ള രോഗികളുടെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, അപ്പൊ അതിന് ചെലവുകളുണ്ട്. പോസിബിൾ ലോസ് ഓഫ് ഇൻകം, ചിലപ്പോ അയാളായിരുന്നു നമ്മുടെ വീട്ടിലെ സോഴ്സ് ഓഫ് ഇൻകം, അയാൾക്ക് അങ്ങനെ ഒരു ഗുരുതര രോഗം വന്നാൽ അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ആ ഒരു വരുമാനം നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെടും, അത് നമ്മുടെ ഫാമിലിയിൽ തന്നെ വലിയൊരു ചേഞ്ചസ് വരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജും കൊടുക്കുന്നതാണ് കേട്ടോ. ക്രിട്ടിക്കൽ ഇൽനെസ്സിനുള്ള കവറേജ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ്? ക്രിട്ടിക്കൽ ഇൽനെസ് കവറാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിഡന്റ് മൂലം അല്ലെ, ആക്സിഡന്റ് മൂലം നമുക്ക് അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന അത്തരം ചെലവുകൾക്കുള്ള കവറേജ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. വേറെ അസുഖത്തിനല്ല, ഓൺലി ഫോർ ആക്സിഡന്റ് പർപ്പസസ് അല്ലെ. ആക്സിഡന്റ് മൂലമൊക്കെ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അത്തരം എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവറിലൂടെ ലഭിക്കുന്നത്. നമുക്ക് വായിക്കാം. ആക്സിഡന്റ് പോളിസി കവേഴ്സ് the insured for expenses liable to be paid only on account of accident. കേട്ടോ, ആക്സിഡന്റ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ള എന്താണ് കവറേജ് തരുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം അത് പേഴ്സണൽ ആക്സിഡന്റ് കവർ. പേരിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് ഈസ് എ ബെനിഫിറ്റ് പ്ലാൻ in which the opted cover is paid as a lump sum based on the degree of disability and or death. അപ്പൊ ഈ ആക്സിഡന്റ്, പേഴ്സണൽ ആക്സിഡന്റ് കവർ എങ്ങനെയാന്ന് വെച്ചാല്, ഒന്നില്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച ആൾക്ക് ജീവൻ നഷ്ടമാണെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്,
ചിലർക്ക് ആക്സിഡന്റ് മൂലം മരിക്കില്ല, പക്ഷെ വലിയ വൈകല്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ ആ ഒരു വൈകല്യത്തിന്റെ വ്യാപ്തി, ആ വൈകല്യം എത്രത്തോളം സംഭവിച്ചിട്ടുണ്ട്, ഇയാള് മരണപ്പെട്ടെങ്കിൽ മരണപ്പെട്ട ആൾക്ക് ആ രീതിയിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട്, ലംസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒറ്റ തവണയായിട്ട് ഒരു ഫുൾ എമൗണ്ട് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ടോപ്പ് അപ്പ് കവർ കേട്ടോ. ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മള് സാധാരണ റീചാർജ് ഒക്കെ ചെയ്യുന്നതിന് ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറയും അല്ലെ? ഓക്കെ, അത് തന്നെയാണ്. അതായത് ഒരു എക്സ്റ്റൻഷൻ ഓഫ് ദ നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് അല്ലെ? അതിനെയാണ് നമ്മൾ ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. ടോപ്പ് അപ്പ് ചെയ്യാണ്, ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ പുറമെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന കവറേജുകളാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. A top up health cover is considered as an extension cover എന്നാണ്, sorry, extension over your current health or hospitalization policy. മനസ്സിലായിട്ട് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ നിലവിലുള്ള ഇൻഷുറൻസ് പോളിസിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ടോപ്പ് അപ്പ് കവറിനെ കണക്കാക്കുന്നത് കേട്ടോ. കാര്യം നോക്കുക. This policy can be considered as an add-on cover to your current hospitalization policy. അതായത് ഇപ്പൊ നമ്മളൊരു ഒരു പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു ഏകദേശം നമുക്ക് ഒരു 5 ലക്ഷം രൂപയുടെ നമ്മളൊരു പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിന് പുറമെ നമ്മളൊരു എത്രയാണ് ഒരു 3 ലക്ഷത്തിന്റെ ടോപ്പ് അപ്പ് കവർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് 5 ലക്ഷത്തിന്റെ ഒരു പ്രൈമറി പോളിസി നമുക്ക് ഓൾറെഡി ഉണ്ട്, ഒരു ഹോസ്പിറ്റലൈസേഷൻ പോളിസി നമ്മൾ എടുത്തിട്ടുണ്ട് 5 ലക്ഷം രൂപയുടെ. അതുകൂടാതെ നമ്മളൊരു 3 ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് കവർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ വ്യക്തി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റലൈസേഷൻ ട്രീറ്റ്മെന്റുകളെല്ലാം കഴിയുമ്പോൾ ഫൈനൽ ഇയാൾക്ക് ചെലവ് വന്നത് 7 ലക്ഷം രൂപയാണ്. അപ്പൊ മൊത്തം ഹോസ്പിറ്റൽ ബില്ല് വന്നത് 7 ലക്ഷം രൂപയാണ്. അപ്പൊ നിലവിൽ അയാൾക്ക് ഒരു ഹോസ്പിറ്റലൈസേഷൻ പോളിസി ഉണ്ട് 5 ലക്ഷത്തിന്റെ. അതിനകത്ത് 5 ലക്ഷം അതിനകത്ത് അയാൾക്ക് ഉപയോഗിക്കാം. 5 ലക്ഷം ആ ഒരു പോളിസിയിലൂടെ അയാൾക്ക് ലഭിക്കും. പക്ഷെ എന്താണ്, ആ പോളിസിയുടെ പരിധി കഴിഞ്ഞു. അതിൽ 5 ലക്ഷമേ ഉള്ളൂ, നമുക്ക് ചെലവ് വന്നത് 7 ലക്ഷമാണ് അല്ലെ? അപ്പൊ നിലവിലുള്ള പോളിസിയുടെ ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചെലവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നത് എന്തായിരിക്കും? ടോപ്പ് അപ്പ് കവറാണ്. അതായത് നമ്മൾ ഓൾറെഡി 3 ലക്ഷത്തിന്റെ ഒരു ടോപ്പ് അപ്പ് കവർ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. 5 ലക്ഷം നമ്മുടെ ഓൾറെഡി കയ്യിലുണ്ടായിരുന്ന പോളിസിയിൽ നമ്മൾ കൊടുക്കും. ബാക്കി 2 ലക്ഷം രൂപ ടോപ്പ് അപ്പ് കവറിലേക്ക് കൊടുക്കും. ടോപ്പ് അപ്പ് കവർ 3 ലക്ഷത്തിന്റെ എടുത്തേക്കുന്നത്, അതിന്റെ ഒരു 2 ലക്ഷം എടുത്തു കൊടുക്കാം. അപ്പൊ ടോട്ടലി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? നിലവിലുള്ള പോളിസിയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് ചെലവുകൾ വന്നാൽ അത് മീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ടോപ്പ് അപ്പ് കവറാണ്. ശരിക്കും പറഞ്ഞത് നിലവിലെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന നിലവിലെ ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ ഒരു ആഡ് ഓൺ കവർ അല്ലേ, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ കവർ അല്ലേ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ദിസ് പോളിസി ക്യാൻ ബി കൺസിഡർഡ് ആസ് an add-on cover to your current hospitalization policy. In case of higher expenses due to illness or accidents, when the existing policy sum insured gets exhausted. കണ്ടോ, നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള പോളിസിയുടെ എമൗണ്ട് തീർന്നു കഴിഞ്ഞാൽ, എക്സ്ഹോസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ടോപ്പ് അപ്പ് കവർ ടേക്സ് കെയർ ഓഫ് എക്സ്ട്രാക്ഷൻ. പിന്നീട് വരുന്ന ചെലവുകൾക്ക് നമ്മളെ സഹായിക്കുന്നത് എന്തായിരിക്കും? ടോപ്പ് അപ്പ് കവർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് 5 ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല.
എന്തെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയുന്ന കേട്ടോ. അപ്പൊ ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഓക്കെ. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം കേട്ടോ. അടുത്ത ഭാഗത്തോട്ട് നമുക്ക് കിടക്കാം. എന്താണ് നെക്സ്റ്റ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതുവരെ നമ്മൾ പഠിച്ചത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. പല ടൈപ്പ് ഇൻഷുറൻസുകൾ ഉണ്ടെന്ന് മനസ്സിലായി. പൊതുവെ ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന ചെലവുകൾ എന്തൊക്കെയാണ്, കവർ ചെയ്യപ്പെടാത്ത കാര്യങ്ങൾ എന്താണ്, വെയിറ്റിംഗ് പീരീഡ് എന്താണ്. അപ്പൊ ഏകദേശം ഒരു ഇൻഷുറൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 3 ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളെ പറ്റിയിട്ടാണ് കേട്ടോ. ഒന്ന് നമുക്ക് ESI പഠിക്കാനുണ്ട്, പിന്നെ CGHS പഠിക്കാനുണ്ട്, RSPയും പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി അതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ കിടപ്പുണ്ട്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. സോഷ്യൽ നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാം അല്ലെ, അങ്ങനെ എടുക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്കും അവരുടെ എന്താണ് ഇഷ്ടത്തിനനുസരിച്ച് പോളിസി എടുക്കാം. അതല്ല ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട്, സോഷ്യൽ ആണ് അല്ലെ, സൊസൈറ്റി ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ പഠിക്കാൻ പോകുന്ന ESI, CGHS, RSPY എന്നൊക്കെ പറയുന്നത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ്. അതായത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ടല്ല, ഒരു കൂട്ടം ആളുകൾക്ക്. ചിലപ്പോൾ ഒരു കൂട്ടം ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഒരു കമ്മ്യൂണിറ്റി, ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത്, അത് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇൻഷുറൻസ് പ്രോഗ്രാം ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 3 കണ്ടീഷൻസ്. താഴെ 3 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ 3 കണ്ടീഷൻസിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ 3 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകള്, ക്യാരക്ടറിസ്റ്റിക്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്ന് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പാർട്ടിസിപ്പേഷൻ. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒന്നാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു കണ്ടീഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഒന്നുകില് തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം എല്ലാ ആളുകളും ഈ ഒരു പ്രോഗ്രാം, ഏത് പ്രോഗ്രാം? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകില് തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം എന്തായിരിക്കണം? ഈ എല്ലാ ആളുകളും ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. തൊഴിൽ വ്യവസ്ഥ എന്ന് പറഞ്ഞ് നിയമപ്രകാരം എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നിയമപ്രകാരം എന്ന് പറയുകയാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു നയം മുന്നോട്ട് വെക്കുകയാണ്. ഒരു നയം മുന്നോട്ട് വെക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യയില് വർക്ക് ചെയ്യുന്ന, നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഏത് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, IT ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാക്ടറി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസുകള്, ഏത് തൊഴിലും ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺസുകള് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന പ്രകാരമുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം എന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമപ്രകാരം മുന്നോട്ട് വെക്കാന്ന് വിചാരിക്കാം.
അതൊരു നിയമമാണ്, അത് നിർബന്ധം. അപ്പൊ നിയമമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് അത് അനുസരിക്കണം. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം ഇറക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരും, തൊഴിൽ ചെയ്യുന്ന എല്ലാ പൗരന്മാരും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വെക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം എന്ന് നിർബന്ധമായിട്ട് ഒരു നിയമപ്രകാരം തന്നെ അവർ മുന്നോട്ട് വെക്കണം. അപ്പൊ തീർച്ചയായിട്ടും നിയമപ്രകാരം മുന്നോട്ട് വെക്കുമ്പോൾ നമുക്കതിന് മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ല, നമ്മളെല്ലാം അതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാവുകയും നമ്മുടെ വേതനത്തിന്റെ ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ ഗവൺമെന്റ് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പിടിക്കുകയും ചെയ്യും. അല്ലെ? ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ അതാണ് നിയമപ്രകാരം എന്ന് പറയുന്നത്. അപ്പൊ നിയമപ്രകാരം നമ്മൾ എന്താണ് നിർബന്ധിതരാവും. കാര്യം നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് എല്ലാവരും നിയമപ്രകാരം അനുസരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പൗരന്മാരും അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാവുകയും നമ്മുടെ വേതനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ഗവൺമെന്റിലേക്ക് പിടിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വ്യവസ്ഥ പ്രകാരം എന്ന് പറയും. തൊഴിൽ വ്യവസ്ഥ പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ചില തൊഴിലുകൾ ചെയ്യുമ്പോൾ തൊഴിലുടമകൾക്ക് വേണമെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കാം. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒരു നിയമം മൂലം മുന്നോട്ട് വെക്കുന്നത് പോലെ ഇപ്പൊ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി, അയാളുടെ എംപ്ലോയർ, അയാളുടെ തൊഴിലുടമ പറയാണ് ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കമ്പനിയിൽ നിന്നുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ കമ്പനിയിലുള്ള എല്ലാ തൊഴിലാളികളും നമ്മുടെ കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം എന്ന് എംപ്ലോയർ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും ആ എംപ്ലോയറിന്റെ ഭാഗമാവില്ലേ? തീർച്ചയായിട്ടും ഭാഗമാണ്. അതിന്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അയാളെ എംപ്ലോയറിന്റെ ആ ഒരു വ്യവസ്ഥ അംഗീകരിക്കുകയും അയാളും ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാണ്. അല്ലെ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഒന്നുകിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം ഈ പറയുന്ന എല്ലാ ആളുകളും ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. മനസ്സിലായോ? നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം എല്ലാ ആളുകളും സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കും. മനസ്സിലായോ പറഞ്ഞ പോയിന്റ്? ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ദ പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ദ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതാണ് പറയുന്നത്. ദ പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, നമ്മളൊരു വ്യക്തിനെയാണോ അവിടെ കണക്കാക്കുന്നത്? ഒരു വ്യക്തിനെയാണോ കൺസിഡർ ചെയ്യുന്നത്? അല്ല, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോഷ്യൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അല്ലെ? അപ്പൊ എന്താണ്? ഒരു ഗ്രൂപ്പ്, അതായത് ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ദ പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയാമോ? An employer makes a contribution to the program on behalf of an employee. Then an employer makes a contribution to the program on behalf of an employee. ഒരു എംപ്ലോയർ, ഒരു തൊഴിലുടമകള് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് പഠിച്ചതല്ലേ? ആ ചാപ്റ്റർ പഠിച്ചതല്ലേ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് പഠിച്ചില്ലേ നിങ്ങള്? ഓക്കെ, അതിന്റെ അകത്ത് നിങ്ങൾ ESI പറ്റി പഠിക്കുന്നുണ്ട്, PF പറ്റി പഠിക്കുന്നുണ്ട്. PF ഇൻഷുറൻസ് അല്ല കേട്ടോ, PF വേറൊരു സംഭവമാണ്. ESI പറ്റി നിങ്ങൾ പഠിച്ചിരുന്നു. അതിനകത്ത് പറയുന്നില്ലേ തൊഴിലുടമകളും തൊഴിലാളികളും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ESI എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അല്ലെ? അതിലേക്ക് എന്താണ്? എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അതും എന്താണ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് അവിടെ പറയുന്നത്. An employer makes a contribution to the program on behalf of an employee. ഒരു എംപ്ലോയർ, ഒരു തൊഴിലുടമ തന്റെ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ, ഒന്നുകിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം എല്ലാ ആളുകളും ഹെൽത്ത് ഇൻഷുറൻസിന്റെ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം.
രണ്ടാമത്തത് ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടി പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് തൊഴിലുടമകള് തന്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ തുടക്കം പറഞ്ഞു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒന്നുകിൽ ഈ പറയുന്ന 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ ഈ പറയുന്ന 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ESI, CGHS, RSP എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ. ESI ആണെങ്കിൽ നമ്മൾ ഒരു ഫാക്ടറി തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, അപ്പൊ ഫാക്ടറി തൊഴിലാളി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായില്ലേ. RSP എന്നൊക്കെ പറയുമ്പോൾ BPL ഫാമിലീസിന് വേണ്ടിയിട്ടാണ്, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ അങ്ങനെയുള്ള കുടുംബാംഗങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയാ അസംഘടിത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് RSP എന്ന് പറയുന്നത്. CGHS എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിലെ അപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളല്ലേ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിന് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പൊ അതെന്താണ്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ്. മനസ്സിലായോ? അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും മതി കേട്ടോ. ഇച്ചിരി അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തി? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകൾ തന്നെയാണ് കേട്ടോ പറഞ്ഞു നിർത്തിയത്. നിങ്ങൾക്ക് ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഒന്ന് പറയാമോ? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലൈസ് ചെയ്തത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കേട്ടോ. പോസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ടുള്ള അർത്ഥമല്ലേ, കഴിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. അതായത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം രോഗികൾക്ക് വരുന്ന മറ്റു ചെലവുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ചിലപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒന്ന് ഡോക്ടറെ വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ വല്ല ലാബ് ടെസ്റ്റുകൾ ഒന്നും കൂടെ ഒരു ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടെ ഒരു ലാബ് ടെസ്റ്റോ ഒരു എക്സ്റേ ഒക്കെ എടുക്കാനായിട്ട് ഡോക്ടർ ആവശ്യപ്പെടും. അങ്ങനെ വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകളിലെ അത്തരം ചെലവുകൾക്കുള്ള കവറേജും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. എന്നുവെച്ചാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് പലതരത്തിലുള്ള ചെലവുകൾ വരില്ലേ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മരുന്നുകൾ മേടിക്കണം, ചിലപ്പോൾ വല്ല ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വന്നാൽ അതിന് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ നമുക്ക് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള എക്സ്പെൻസുകൾക്കുള്ള കവറേജുകളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിന് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മിസ്, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഓണം ആഘോഷിക്കും. എനിക്ക് നിങ്ങൾ ഓണം വിഷസ് ഒന്നും അറിയിക്കുന്നില്ലേ പിള്ളേരാണ്? ഹാപ്പി ഓണം ടു മിസ്. ഹാപ്പി ഓണം. താങ്ക് യു. അല്ലേ? അപ്പൊ ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിക്കാം കേട്ടോ. എല്ലാവരും ഓണൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കണം കേട്ടോ. അപ്പൊ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഓണം കഴിഞ്ഞ് വന്ന് ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോ മറന്നു പോകരുത് കേട്ടോ. ചിലപ്പോ പായസമൊക്കെ കുടിച്ച് മത്തായി കഴിയുമ്പോഴേ പഠിച്ചതൊക്കെ ചിലപ്പോ തലേന്ന് പോകും. അതുകൊണ്ട് അപ്പൊ ശരി കേട്ടോ, നമുക്ക് വൈകിട്ട്. താങ്ക് യു.